ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3ാം സെമസ്റ്ററിലേക്കുള്ള സ്ട്രീം ചേഞ്ച്, റീ അഡ്മിഷൻ എന്നിവയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റീ അഡ്മിഷൻ 3rd സെമസ്റ്ററിലേക്ക് എടുക്കാം, അതുപോലെ സ്ട്രീം ചേഞ്ചും ചെയ്യാം. നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ചേഞ്ച് വഴി ഡിസ്റ്റൻസിലേക്ക് മാറിക്കൊണ്ട് നിങ്ങൾക്ക് പഠനം തുടരാവുന്നതാണ്. 3rd സെമസ്റ്ററിലാണ് കേട്ടോ ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ റീ അഡ്മിഷനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോയിലൂടെ സ്ട്രീം ചേഞ്ചിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, കാലിക്കറ്റ് സർവകലാശാലയിലെ കോളേജുകളിൽ, അഫിലിയേറ്റഡ് കോളേജുകളിൽ അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജുകളിൽ നിങ്ങൾ 2019 മുതൽ 2023 വരെയുള്ള അധ്യയന വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ നിങ്ങൾ ബിരുദ പഠനത്തിന് ചേരുകയും കോഴ്സുകൾ ഇനി പറയാൻ പോകുന്നത് ഏതൊക്കെ കോഴ്സുകാർക്കാണ് ഈ ഒരു സ്ട്രീം ചേഞ്ച് വഴി നിങ്ങൾക്ക് റെഗുലറിൽ നിന്നും ഡിസ്റ്റൻസിലേക്ക് മാറി പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ BA അഫ്സലുൽ ഉലമ, അടുത്തത് BA പൊളിറ്റിക്കൽ സയൻസ്, നെക്സ്റ്റ് BCom, നെക്സ്റ്റ് BBA. ഇത്രയും 4 കോഴ്സുകാർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. അവർ 2ാം സെമസ്റ്റർ പരീക്ഷ എഴുതി അതിനുശേഷം തുടർ പഠനം നടത്താൻ കഴിയാതെ പോയവരായിരുന്നു. റെഗുലറായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ 2 സെമസ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് 3ാം സെമസ്റ്റർ ഡിസ്റ്റൻസിലേക്ക് മാറിക്കൊണ്ട് പഠനം തുടരാവുന്നതാണ്. നിങ്ങൾ 2019 മുതലുള്ള അഡ്മിഷൻകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് പഠനം തുടരാവുന്നതാണ്. അതിനുവേണ്ടി നമുക്കറിയാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 24/8/2024 കേട്ടോ. അതായത് ഓഗസ്റ്റ് 24-ാം തീയതി വരെയാണ് ഇതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. 100 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് 31/8/2024 വരെയും അപേക്ഷിക്കാം. 500 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് സെപ്റ്റംബർ 5 വരെയും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫൈൻ ഇല്ലാതെയുള്ള ഓഗസ്റ്റ് 24-ന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്ട്രീം ചേഞ്ച് നേടുന്നവർ CBCSS. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രീം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്ത് വെക്കണം കേട്ടോ. അതായത് നിങ്ങൾ ഈ ഒരു സ്ട്രീം ചേഞ്ച് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പഠിക്കേണ്ട സിലബസാണ് പറയുന്നത്. 2023 അഡ്മിഷൻ്റെ സിലബസ് പ്രകാരമാണ് നിങ്ങൾ 3ാം സെമസ്റ്റർ മുതൽ പരീക്ഷ എഴുതേണ്ടത്. 2023കാരുടെ സിലബസാണ് പഠിക്കേണ്ടത്. അതുപോലെ 2023 സിലബസിൽ 1ഉം 2ഉം സെമസ്റ്ററിൽ ഇല്ലാത്തതായിട്ടുള്ള പേപ്പറുകൾ, നിങ്ങൾ ഡെഫിഷ്യൻസി പേപ്പറുകൾ, അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് സ്ട്രീം ചേഞ്ചിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 1ഉം 2ഉം സെമസ്റ്ററിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. 2019 അഡ്മിഷൻകാരൊക്കെ 1-2 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ നിങ്ങൾ 1-2 സെമസ്റ്ററുകളിൽ 2023 സിലബസ് പ്രകാരം ഇല്ലാത്ത പേപ്പറുകളാണ് ഡെഫിഷ്യൻസി പേപ്പറുകൾ. അത്തരം പേപ്പറുകൾ നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ യൂണിവേഴ്സിറ്റി നിയമിക്കുന്ന ആ ഒരു നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് എഴുതി പാസ്സാവേണ്ടതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫീസ് ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീസ് കാര്യങ്ങൾ. ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രീം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫീസൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൽ പറയൂ കേട്ടോ എത്രയാണ് ഫീസ് എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ മറ്റു സെമസ്റ്ററുകളിലേക്കും സ്ട്രീം ചേഞ്ചിന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏകദേശം ഫീസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്നും അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ സ്ട്രീം ചേഞ്ചിനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 1530 രൂപയും പോസ്റ്റൽ ഫീസ് 70 രൂപയും ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് കൂടി, നിങ്ങൾ ഡിസ്റ്റൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് 3rd സെമസ്റ്ററിലേക്കുള്ള ട്യൂഷൻ ഫീ അല്ലെങ്കിൽ 2nd ഇയറിലേക്കുള്ള 3rd 4 സെമ്മുകളിലേക്കുള്ള സെമ്മുകളിലേക്കുള്ള ട്യൂഷൻ ഫീസ് കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സെമസ്റ്ററുകാർക്കും എത്രയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്? BAക്കാർക്ക് 1625 രൂപയും, BComകാർക്ക് 1885 രൂപയും, BBA 3480 രൂപയുമാണ് കേട്ടോ ട്യൂഷൻ ഫീസ് വരുന്നത്. ഈ ഒരു ട്യൂഷൻ ഫീസും അതുപോലെ സ്ട്രീം ചേഞ്ചിൻ്റെ 1530 രൂപയും പോസ്റ്റൽ ചാർജ് 70 രൂപയുമാണ് കേട്ടോ ഫീസുകൾ വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ നമുക്ക് നോക്കാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് വിത്തൗട്ട് ഫൈൻ 24-ാം തീയതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 രൂപ ഫൈനോട് കൂടി ഒരു 31-ാം തീയതി വരെയും 500 രൂപ ഫൈനോട് കൂടി സെപ്റ്റംബർ 5-ാം തീയതി വരെയും അടക്കാം.
അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ടതുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും സെപ്റ്റംബർ 5 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണെന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഒന്നും കൂടി പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് താഴെ പറയാൻ പോകുന്ന ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ടു ദ ഡയറക്ടർ, സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, PO പിൻ 673635 എന്ന് പറയുന്ന ആ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇനി അയക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ഒന്നാമതായി വരുന്നത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പിയാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഹാർഡ് കോപ്പിയാണ്. അതുപോലെ അതിൻ്റെ കൂടെ ഒറിജിനൽ ചലാൻ റിസിപ്റ്റ്, നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ ഒറിജിനൽ ചലാൻ റിസിപ്റ്റ്. നെക്സ്റ്റ് ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ TC, നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ ഒറിജിനൽ TC വേണം. അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ആൻഡ് കോപ്പീസ് ഓഫ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ +2വിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയും വേണം. അതുപോലെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു എൻവലപ്പ് 3 cm ക്രോസ് 25 cm ആ ഒരു സൈസിൽ വരുന്ന എൻവലപ്പിലായിരിക്കണം ഈ ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ മെയിനായിട്ടുള്ളത് കോപ്പി ഓഫ് ദ ഹോൾ ടിക്കറ്റ് ഓഫ് ദ എക്സാമിനേഷൻ ലാസ്റ്റ് അറ്റൻഡഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു, അതായത് നിങ്ങൾ ഇപ്പോൾ 3rd സെമസ്റ്ററിലേക്ക് സ്ട്രീം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ 2nd സെമസ്റ്റർ എക്സാം എഴുതിയിട്ടുള്ള ആ ഒരു ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി കൂടി നിങ്ങളതിൽ വെക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇത് നിങ്ങൾ ഓൺലൈനായി, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപ്ലൈ ചെയ്യുക. ഈ ഒരു പറയപ്പെടുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുക. അതോടുകൂടി നിങ്ങൾക്ക് ഡിസ്റ്റൻസിലേക്ക് മാറി നിങ്ങളുടെ പഠനം തുടരാവുന്നതാണ്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഒന്നുകൂടി പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. റീ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളും ഫീസ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റീ അഡ്മിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, ഉടനെ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അതുപോലെ സ്ട്രീം ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ട്രീം ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.